ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്നാപ്സൈറ്റിന്റെ അഡ്മിൻ പാനലിലെ കുറച്ച് ഓപ്ഷൻസിനെ കുറിച്ചാണ്. അതായത് നമ്മളിപ്പോ സ്നാപ്സൈറ്റ് ഫസ്റ്റ് തുറന്നു വരുമ്പോൾ നേരെ അഡ്മിൻ പാനലിലോട്ടായിരിക്കും ചെല്ലുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു പേജിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പേജിൽ നിന്ന് എങ്ങനെയാണ് അഡ്മിൻ പാനൽ ആക്സസ് ചെയ്യുക, അഡ്മിൻ പാനലിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ട്യൂട്ടോറിയൽ വീഡിയോയിൽ പറഞ്ഞുതരാം. നേരെ ട്യൂട്ടോറിയൽ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ സെറ്റിംഗ്സിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ അഡ്മിൻ പാനൽ, തൊട്ടടിയിൽ അഡ്മിൻ പാനൽ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഇവിടെ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ അഡ്മിൻ പാനൽ. ഇപ്പോൾ ഇതൊരു വിഷു സമയമായതുകൊണ്ട് തന്നെ വിഷുവിന്റെ ഓഫർ കാര്യങ്ങൾ ഇവിടെ ഉള്ളതായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 2 സ്റ്റോറുകൾ ഇവിടെ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആഡ് ന്യൂ സ്റ്റോർ അടിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽസ് കൊടുത്ത് പോവുകയാണെങ്കിൽ ഒന്നും കൂടി സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ക്രിയേറ്റ് റഫറൽ കോഡ്, റഫറൽ എന്നുള്ള ഒരു സംഭവം നമ്മളിലുണ്ട്. അപ്പോൾ റഫറൽ രജിസ്ട്രേഷൻ സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളൊരു റഫറൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് പറയുമ്പോൾ 15% കമ്മീഷൻ ആയിരിക്കും നിങ്ങളൊരു കൂട്ടുകാരനൊക്കെ ഇതിലേക്ക് റഫർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുക. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഒരു സംഭവം ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓക്കെ, അത് ലോഗിൻ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ആസ് അഫിലിയേറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ജോയിനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്തിട്ട് ഒരു അഫിലിയേറ്റ് ആയിട്ട് കയറാവുന്നതാണ്. അപ്പോൾ അഫിലിയേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അടുത്തത് വാണ്ട് ടു ഇൻറ്റഗ്രേറ്റ് എ കസ്റ്റം ഡൊമൈൻ. അതായത് നിങ്ങൾക്കൊരു കസ്റ്റം ഡൊമൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡൊമൈനൊക്കെ നിങ്ങളെ ബ്രാൻഡിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണക്ട് ചെയ്യുക, ഈ സ്നാപ്സൈറ്റിൻ്റെ വെബ്സൈറ്റായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മളതും ചെയ്തു തരും. അപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മളതിൽ ഈ ഒരു പേയ്മെന്റിൽ വരിക എന്ന് പറയുമ്പോൾ ഒരു സബ് ഡൊമൈൻ ആയിട്ടായിരിക്കും. ഇപ്പോൾ മൈ സ്റ്റോർ ഡോട്ട് സ്നാപ്സൈറ്റ് ഡോട്ട് സ്റ്റോർ അങ്ങനെ സബ് ഡൊമൈൻ ആയിട്ടാവും വരിക. പിന്നെ നിങ്ങൾക്ക് കസ്റ്റം ഡൊമൈൻ ആക്കിയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യുക, കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കസ്റ്റം ഡൊമൈൻ ആക്കിയിട്ട് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ഗെറ്റ് ഇൻ ടച്ച് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ മെസ്സേജ് അയക്കുകയാണ് ചെയ്ത് തരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ആണ് വരുന്നത്. പിന്നെ അതേപോലെ ഇതിൽ വേറൊരു ഓപ്ഷൻ വരുന്നത് പറയുമ്പോൾ ഫ്രീ ട്രയൽ എൻഡ് ചെയ്യുന്നതിന്റെ കൗണ്ട് ഡൗൺ ഇവിടെ എങ്ങനെ നടക്കും. 6 days ആണ് ഇനിയുള്ളത്. 5-4 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. ലാസ്റ്റ് ഇതിന്റെ എസ് നമുക്ക് ഇല്ലാണ്ടാവും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഫ്രീ ട്രയൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഈ പേന എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെയാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പുതിയ അപ്ഡേഷനും കാര്യങ്ങളും ഈ നോട്ടിഫിക്കേഷനിൽ എപ്പോഴും അപ്ഡേറ്റ് ആയതുകൊണ്ടിരിക്കും. പുതിയ ഫീച്ചർ കാര്യങ്ങൾ എന്താണ് വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പുതിയത് ഇങ്ങനെ വന്നത് അപ്ഡേറ്റ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഓരോ പുതിയ അപ്ഡേഷനിലും എന്ത് ചെയ്യും, ഇവിടെ പുതിയ വന്ന ഫീച്ചറും കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ഇവിടെ നമ്മളെ സപ്പോർട്ട്, അതായത് എപ്പോഴും നമ്മളെ 24/7 സപ്പോർട്ടാണ് നമുക്കുള്ളത്. എപ്പോൾ വേണമെങ്കിലും ഇവിടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് ഉണ്ടാവും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അഡ്മിൻ പാനലിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോ, അതായത് എല്ലാ ഭാഗത്തിൻ്റെയും ട്യൂട്ടോറിയൽ വീഡിയോ ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും എക്സ്ട്രാ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക. എപ്പോഴും നമ്മൾ സപ്പോർട്ടിന് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു വലിയ സപ്പോർട്ടിങ് ടീം തന്നെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടൊക്കെ തന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടമായി കരുതുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേഷൻസ് വരുമ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ കാര്യങ്ങളായിട്ട് വരാം. അപ്പോൾ ബൈ.